ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എല്ലാ വർഷവും ഡിസംബർ 31-ാം തീയതി യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ധാരാളം ആളുകൾ എത്തിച്ചേരുന്ന ഒരു ഏഷ്യൻ ദ്വീപാണ് കിരിബാട്ടി. അന്തർദേശീയ ദിനാങ്കരേഖയോട് ചേർന്നാണ് ഈ രാജ്യം നിലകൊള്ളുന്നത് എന്നുള്ളതുകൊണ്ട് ആദ്യമായി പുതുവർഷത്തിന്റെ പുലരി ഇവിടെയാണ് ഉദിക്കുന്നത്. ഏകദേശം 10 കിലോമീറ്റർ വീതിയും 20 കിലോമീറ്റർ നീളവുമുള്ള ഒരു ദ്വീപാണ് കിരിബാട്ടിയിലെ വലിയ പോപ്പുലേഷൻ സെന്റർ. 12 ലക്ഷം ജനങ്ങൾ ഈ കൊച്ചു രാജ്യത്തിൽ താമസിക്കുന്നു. കിരിബാട്ടിയിലെ വിമാനത്താവളത്തിലേക്ക് ഫിജിയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും വിമാനം ലഭിക്കും. പ്രകൃതി മനോഹരമായ ഒരു രാജ്യമാണെങ്കിലും വേണ്ടത്ര ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് വളരെ ദരിദ്രമായ ഒരു രാജ്യമായി കിരിബാട്ടി നിലകൊള്ളുന്നു. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ സൗഹാർദ്ദഭാവം വേറെ എവിടെയും കാണുവാൻ പറ്റുകയില്ല. ജനങ്ങളിൽ പകുതിയും തലസ്ഥാന നഗരിയായ സൗത്ത് തരാവയിലാണ് താമസിക്കുന്നത്. പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു ഈ ദ്വീപ് ഭരിച്ചിരുന്നത്. 52 വർഷം മുമ്പ് ഈ ദ്വീപിന് സ്വാതന്ത്ര്യം കൊടുത്തുവെങ്കിലും ഫ്രാൻസിന്റെ ശൈലിയിൽ ചില നിയന്ത്രണങ്ങൾ ബാക്കി വെച്ചിട്ടാണ് സ്വാതന്ത്ര്യം കൊടുത്തത്. പിന്നീട് 8 വർഷം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യവും കൊടുത്തു. അന്തർദേശീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സ്വഭാവം കിരിബാട്ടി ദ്വീപിനുണ്ട്. പസഫിക് സമുദ്രത്തിൽ ആണവ പരീക്ഷണം നടത്തുവാനുള്ള ഫ്രാൻസിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ആ രാജ്യവുമായുള്ള ബന്ധം നിർത്തിവെച്ച രാജ്യമാണ് കിരിബാട്ടി. അതുപോലെ ആഗോളതാപനം മൂലം കടൽ വെള്ളത്തിന്റെ നിരപ്പ് ഉയരുന്നത് ചെറിയ രാജ്യങ്ങൾക്ക് ഭീഷണിയാവുന്നുവെന്ന് കാണിച്ച് അമേരിക്കക്കെതിരെ കേസ് കൊടുത്ത ഒരു രാജ്യമാണ് കിരിബാട്ടി. മാലദ്വീപ്, ടുവാലു പോലെയുള്ള മറ്റ് ദ്വീപ് രാജ്യങ്ങളും ഈ കേസിൽ പങ്കാളികളായിരുന്നു. എല്ലാ ചെറിയ ദ്വീപ് രാജ്യങ്ങളെയും ആഗോളതാപനവും കടൽ നിരപ്പിന്റെ ഉയർച്ചയും ബാധിക്കുന്നുണ്ട്. എന്നാൽ കിരിബാട്ടിയായിരിക്കും ആദ്യം വെള്ളത്തിനടിയിൽ മുങ്ങാൻ പോകുന്നതെന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നു. ഇപ്പോൾ തന്നെ കിരിബാട്ടി ഫിജി എന്ന രാജ്യത്തിൽ ഭൂമി വാങ്ങിക്കുകയും മുഴുവൻ ജനങ്ങളെയും അങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കുവാൻ തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷാണ് കിരിബാട്ടി ദ്വീപിലെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ബോട്ടിങ്ങിനും യോട്ടിങ്ങിനും ഇവിടെ സൗകര്യമുണ്ട്. നടന്നു കാണാൻ മാത്രം ചെറിയ ഒരു ദ്വീപായതുകൊണ്ട് കിരിബാട്ടിയുടെ തലസ്ഥാനം ട്രക്കേഴ്സിനെയും ഹൈക്കേഴ്സിനെയും ആകർഷിക്കുന്നു. പിക്ചർ പോസ്റ്റ് കാർഡ് സൗന്ദര്യമുള്ള കിരിബാട്ടി ദ്വീപുകൾ തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആസ്വാദ്യകരമായി തോന്നുന്നു. വ്യത്യസ്തമായ ഭക്ഷ്യവിഭവങ്ങളും കിരിബാട്ടിയിൽ ലഭ്യമാണ്. പഴങ്ങളും പച്ചക്കറികളും പ്രാദേശികമായി കൃഷി ചെയ്യുന്നുണ്ട്. മത്സ്യവും ചോറുമാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം. എങ്കിലും ഇറക്കുമതി ചെയ്ത പാശ്ചാത്യ രീതിയിലുള്ള ഭക്ഷണത്തിനാണ് ഡിമാൻഡ് കൂടുതൽ. സ്വന്തമായി പ്രകൃതി വിഭവങ്ങൾ ഒന്നുമില്ലാത്ത ഒരു രാജ്യമാണ് കിരിബാട്ടി. പണ്ട് ഫോസ്ഫേറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും അവ മുഴുവനായി കുഴിച്ചെടുത്ത് കാലിയായി കഴിഞ്ഞു. ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത് കൊപ്രയും മത്സ്യവും മാത്രമാണ്. ധാരാളമായി ഫിഷിംഗ് ലൈസൻസ് കൊടുത്ത് ഗവൺമെന്റ് അല്പം വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുടെ സഹായമാണ് ഇപ്പോൾ കിരിബാട്ടിയുടെ പ്രധാന വരുമാനം. യൂറോപ്യൻ യൂണിയൻ, യൂണിസെഫ്, WHO തുടങ്ങിയ സംഘടനകൾ വലിയ തുകകൾ സംഭാവന കൊടുക്കാറുണ്ട്. ഓസ്ട്രേലിയയും ജപ്പാനും ന്യൂസിലാൻഡും തായ്വാനും ഈ രാജ്യത്തെ സഹായിക്കുന്നുണ്ട്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും സഹായിക്കുന്നുണ്ട്. പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കുവാൻ കിരിബാട്ടിയിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. ടെലിഫോൺ സൗകര്യവും ATM സൗകര്യവും ഇവിടെയുണ്ട്. അലങ്കാര മത്സ്യങ്ങൾ വളർത്തുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത് ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ്. മേരീസ് മോട്ടൽ എന്ന ലോഡ്ജ് വൃത്തിയുള്ള മുറികളും വൈഫൈ സൗകര്യവും നൽകുന്നുണ്ട്. മികച്ച ഒരു റെസ്റ്റോറൻറ്റും മേരീസ് ഹോട്ടലിൽ ഉണ്ട്.